എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒത്തിരി വൈകി ഇന്ന്. കഴിഞ്ഞ ദിവസമൊക്കെ ഉറക്കം വല്ലാതെ ഇതായിരുന്നു. അതുകൊണ്ട് രാവിലെ എണീറ്റ് ഹസ്ബൻഡിനെയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഉറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ ഉറക്കം വരാറില്ല സാധാരണ ഫോണ്. ഇന്ന് എന്താണെന്നറിയില്ല, റിങ്ങൊന്നും കേട്ടില്ല. കുറേ മിസ് കോളൊക്കെ ഉണ്ട്. ബോട്ടിൽ ചിലപ്പോൾ നമുക്ക് റിങ് വരാതിരിക്കൂലേ, അതുകൊണ്ട് സുഖമായിട്ട് 10:30 വരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ചിക്കൻ ബ്രസ്റ്റൊക്കെ വാങ്ങിക്കാൻ പോകാനുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ബോധമില്ല, ആ അവസ്ഥയിലാണ്. ഇതിനകത്ത് നട്ട്സ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, നട്ട്സുകളെല്ലാം ഉണ്ട്, പംകിൻ സീഡുണ്ട്, കുറേ സാധനങ്ങളുണ്ട്, കരിഞ്ജീരകമുണ്ട്, ഒത്തിരി സാധനം. പിന്നെ ഡേറ്റ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, 2-3 ഒരു ഡേറ്റ്സ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വാൾനട്ടുണ്ട്, എവറിത്തിങ്. ഒരു പായസപ്പരി ഇന്നലെ ഞാൻ ഡിപ്പ് ചെയ്തിട്ടാണ് വെള്ളത്തിൽ. അന്നേരം ഞാനിത് കട്ട് ചെയ്തൊന്നും വെച്ചില്ല. എനിക്ക് നിങ്ങൾ വീഡിയോയ്ക്ക് മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാറ്. എനിക്കിങ്ങനെ കഴിക്കാനായിട്ടോ ഇഷ്ടം. ഇത് പഴം ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ ഇരിക്കുക, സാരമില്ല. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ട പഴമാണ്. ഫ്രൂട്ട് നമ്മൾ ഫസ്റ്റ് കഴിക്കുക. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ ഞാൻ ബേ ലീഫില്ലേ, അതൊക്കെ വെച്ചൊരു വെള്ളം കുടിച്ചു. അന്നേരം അത് കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 1-1.5 ലിറ്റർ വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങി കേട്ടോ. രണ്ടാമത് അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ എന്നോട് 10:30 ആയില്ല, 10:15 കഴിഞ്ഞപ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് പണിയൊക്കെ ചെയ്തിട്ട് ക്ലീൻ ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് സന്തോഷത്തിന് കൊടുക്കും ഒക്കെ ചെയ്തിട്ടാണ് കിടന്ന്. ഇനിയിപ്പോൾ തുണി വരിക്കാനുണ്ട്, ക്ലാസ്. അന്നേരം ഇന്നലെ രാവിലത്തെ ഷെഡ്യൂളൊക്കെ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടാണ് കിടന്നത്. അങ്ങനെയൊക്കെ. അന്നേരം ഇത് നല്ല ടേസ്റ്റിയാണ്. കരിഞ്ജീരകം കഴിക്കണം എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ശരിക്കും. പക്ഷെ ഞാൻ കഴിക്കാതിരിക്കില്ല കേട്ടോ. ഭയങ്കര ബെനിഫിറ്റുള്ള സാധനം, ഹെയറിന് പ്രത്യേകിച്ച്. അന്നേരം ടേസ്റ്റ് നോക്കി കഴിക്കണവരോട് ഞാൻ പറയാം, നമുക്ക് എല്ലാ കാര്യം ശരീരത്തിന് വേണ്ടതൊന്നും കിട്ടൂടാതെ. എനിക്ക് കരിഞ്ജീരകം വലിയ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ, പക്ഷെ ഞാൻ കഴിക്കും. ഇത് ബ്രസീൽ നട്ട് നാട്ടിലൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയാം. ഇത് ലേഡീസിന് നല്ല സാധനം. ഒരു ദിവസം 2 കഴിക്കണം, നല്ല കേട്ടോ. സ്കിന്നിനൊക്കെ ഭയങ്കര അതാണ്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. എന്നാലും ഞാൻ എപ്പോഴും വാങ്ങിക്കാറില്ല കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ്, കുറച്ചല്ല, ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് 2 മാസം കൂടുമ്പോഴൊക്കെ വാങ്ങിക്കും. ബാക്കിയൊക്കെ നമുക്ക് സഹിക്കാനുള്ളൂ. നേരത്തെ മനസ്സിലായ പഴം, നട്ട്സുകൾ, സീഡ്സ് എല്ലാം. പിന്നെ നമ്മുടെ ആപ്പിൾ, എൻ്റെ സ്വന്തം ആപ്പിൾ. ഇനി മറ്റേ ആപ്പിളിനേക്കാളും ഇഷ്ടം ഈ ആപ്പിളാട്ടോ. കുറച്ച് പുളിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഗ്രീൻ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അന്നേരം മറ്റത് ഇരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കിത് തിന്നാൻ തോന്നി. ഇതാണ് ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. നിങ്ങൾ ഭക്ഷണം കഴിയുമ്പോൾ ടേസ്റ്റ് ഒന്നും നോക്കാതെ അതിൻ്റെ പ്രയോജനം നോക്കാതെ, വല്ലവർക്കും അല്ലല്ലോ, നമ്മുടെ ശരീരത്തിനുള്ളതാണ്. അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം. അന്നേരം പിന്നെ നമുക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവയ്ക്ക നല്ലതാണ് ശരീരത്തിന്. പാവയ്ക്ക നീര് തലയെ തേക്കണ വരെ നല്ല. പാവയ്ക്ക നീരെടുത്തിട്ട് പയർ പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് തേക്കണേ നല്ലതാണ്. നെല്ലിക്കയിൽ നിന്ന് സ്ക്യൂസ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് പയർപൊടി ഇട്ട് മിക്സ് ചെയ്ത്. പക്ഷെ ഒൺലി തിങ്, ആ പൊടി നന്നായിട്ട് കഴുകി കളഞ്ഞോന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അങ്ങനത്തെ നാച്ചുറലായിട്ട് സാധനം ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അന്നേരം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പം നാളെ കാണാം. ബൈ.